എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അങ്കിൾ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പിന്നെ എങ്ങനെ പറയണം? അച്ചായം മിണ്ടായിരിക്കെ. ഞാൻ രാഹുലിന്റെ അച്ഛനോടാണ് സംസാരിക്കുന്നത്. തോമസ് ഊട്ടി സംസാരിക്കും. നിങ്ങൾക്ക് എങ്ങനെ വേണേലും കൂത്താടാം. അത് നിങ്ങളുടെ സംസ്കാരം. എനിക്ക് വലുത് എന്റെ മകനാണ്. അങ്കിളിന് വലുത് മകനല്ല, സംസ്കാരാണ്. അച്ചായെന്ന് വിളിച്ചെന്ന് അതുകൊണ്ട് വേറെ ഒന്നും വിളിപ്പിക്കരുത്. വല്ല കാര്യം ഉണ്ടായിരുന്നു. വെറുതെ സീൻ ഉണ്ടാക്കല്ലേ. ശരി, അവിടെ പോയി. ഓ, നീ ഇപ്പൊ കാണിച്ചാണ് നിന്റെ സംസ്കാരം. നിനക്കൊക്കെ എന്തും പറയാം, എന്തും ചെയ്യാം. നിന്റെയൊക്കെ പേക്കൂത്തിന് താളം ചവിട്ടാൻ എന്റെ മകനെ കിട്ടില്ല. അവനെ വെറുതെ വിട്. ഞങ്ങൾ ആരെയും പിടിച്ചു വെച്ചിട്ടൊന്നുമില്ല. രാഹുൽ ഞങ്ങളുടെ നല്ലൊരു സുഹൃത്താണ്. നിങ്ങൾക്ക് അവൻ നല്ല സുഹൃത്തായിരിക്കും, പക്ഷെ അവന്റെ നല്ല സുഹൃത്തുക്കളല്ല നിങ്ങൾ. അങ്കിൾ പ്ലീസ്, ഒരു സീൻ ഉണ്ടാക്കല്ലേ. നമുക്ക് പിന്നെ സംസാരിക്കാം. എനിക്കൊന്നേ പറയാനുള്ളൂ, എന്റെ മകനെ വിട്ടാരെ. നീയൊക്കെ സൗഹൃദം എന്താണെന്ന് കണ്ടിട്ടുണ്ടോ, അനുഭവിച്ചിട്ടുണ്ടോ? അറിഞ്ഞിട്ട് പോലുമില്ല. ന്യൂജൻ, നിനക്കൊക്കെ എന്ത് മുറയിലാണ് ഉള്ളത്? എന്തെങ്കിലും ലൈഫിൽ ഒരു വാല്യൂ കീപ്പ് ചെയ്യുന്നുണ്ടോ? കള്ളും കുടിച്ച് മരുന്നും കയറ്റി കൂത്താടി കിടക്കുന്ന നിങ്ങൾക്കൊക്കെ എന്ത് ആത്മാർത്ഥതയാണ് ഉള്ളത്? ഫ്രണ്ട് പോലും ഫ്രണ്ട്. അങ്കിൾ പ്ലീസ്. ഫ്രെഡി, ഇതിൽ നെല്ലിക്കട്ടോ കുറഞ്ഞു. എന്തിനാ ഇതിന് മാത്രം നെല്ലിക്ക? എടി ഭാര്യ, നെല്ലിക്ക ആദ്യം കഴിക്കും, പിന്നെ മധുരിക്കും. ഇതെന്താണ് മൊത്തത്തിലൊരു മാറ്റം? കോസ്റ്റ്യൂം ഒക്കെ മാറ്റി അടുത്ത ബെല്ലോട് കൂടി നാടകം ആരംഭിക്കോ? വേൾഡ് ഈസ് എ സ്റ്റേജ്, ലൈഫ് ഈസ് എ ഡ്രാമ. വി ഓൾ ആർ ആക്ടേഴ്സ്. എങ്ങനെയുണ്ട് ഗെറ്റപ്പ്? അടിപൊളി. എനിക്ക് നിങ്ങൾ എങ്ങനെ കാണുന്ന ഇഷ്ടം. സ്റ്റൈലായിട്ടുണ്ട്. ഇതായിരുന്നു മോളെ പപ്പയുടെ പഴയ വേഷം. പണ്ട് ഉരുവിലൂടെ വരുമ്പോ ആകെ ഉണ്ടായിരുന്നത് നല്ല ചങ്കൂറ്റവും 2 ജോഡി ഡ്രസ്സും മാത്രം. കുടിക്ക്. അവളെ വെറുതെ പഴംപുരാണം പറഞ്ഞു ബോറടിപ്പിക്ക. എപ്പടി സൂപ്പർ. പിന്നെ മോളെ, ഇന്ന് രാവിലെ ഒരു കൂട്ടർ വന്ന് നീ കണ്ടായിരുന്നു? നമ്മുടെ കോയ സാഹിബും തോമസ് ഊട്ടിയും. അവര് വന്നത് എന്തിനാന്നറിയോ? എന്തിനാ? എന്നെ ഉപദേശിക്കാൻ. നിന്നെ നേർവഴിക്ക് നടത്തണമെന്ന്. എന്നെയോ? നീ ഒരു 5 പയ്യനുമായിട്ട് പ്രണയത്തിലാണെന്നും ഒന്നാകാൻ തീരുമാനിച്ചുവെന്നും സുബൈർ ഹാജിയുടെ മോള് അന്യ സമുദായത്തിൽ ഒരു പയ്യനെ കെട്ടിയ അത് സമുദായത്തിന് ക്ഷീണമാണെന്നും അങ്ങനെ കുറെ ബ്ലാ ബ്ലാ ബ്ലാ. നമ്മുടെ തോമസ് ഊട്ടി ആ പയ്യന്റെ അച്ഛന്റെ ഫ്രണ്ടാ. എന്താ അയാളുടെ പേര്? വിട്ടുപോയില്ലോ. ശ്രീനിവാസ് അയ്യർ, ഏജീസ് ഓഫീസിലായിരുന്നു. എന്താ അയാളുടെ മകന്റെ പേര്? രാഹുൽ. ഈ രാഹുലിന് വേണ്ടിട്ടല്ലേ ഇക്ക വെൽത്തായി ഗ്രൂപ്പിൽ വിളിച്ചു പറഞ്ഞിട്ട് ജോലി ശരിയായി കൊടുത്തത്? ഓ, ഹീസ് ആൻ ആർക്കിടെക്ട്, റൈറ്റ്? അതെ, ഞങ്ങൾ ഒന്നിച്ചു പഠിച്ചതാ. ഞാൻ വന്നവരോട് അവളുടെ പണി നോക്കാൻ പറഞ്ഞു. ഇവനൊക്കെ ഏത് ലോകത്താ കഴിയുന്നത്? കൂപമണ്ഡൂപങ്ങൾ. കൂപമണ്ഡൂപം, കിണറ്റി കിടക്കുന്ന തവള എന്ന് വെച്ചാ പുറം ലോകം കണ്ടിട്ടില്ലാത്തവര്. വന്നവരെ ഞാൻ എന്തായാലും ഓടിച്ചുട്ടു. പപ്പയുടെ മോൾക്ക് ഒരിക്കലും അബദ്ധം പറ്റില്ല. നെല്ലും പതിരും തിരിച്ചറിയാനുള്ള കഴിവ് നിനക്കുണ്ട്. പപ്പ അവരെ ഓടിച്ചുവിട്ടെങ്കിലും മോള് പപ്പ പറയുന്നതേ കേൾക്കൂ. നമുക്കിത് വേണ്ട. ആ പയ്യൻ ഏതെങ്കിലും ഒരു 5 പെണ്ണിനെ കിട്ടി സന്തോഷമായിട്ട് ജീവിച്ചോട്ടെ. വെറുതെ എന്തിനാ ഒരാളുടെ ലൈഫ് സ്പോയിൽ ചെയ്യുന്നത്? But Papa, we are in love for the past 5 years. So what? അത് കഴിഞ്ഞു. Papa, please. പപ്പ പറയുന്ന കേക്കടി. ഈ കണ്ട സ്വത്തുക്കളെല്ലാം എന്റെ മോൾക്കുള്ളതാ. ഇതൊരു ക്ലീഷ ഡയലോഗാണെന്ന് എനിക്കറിയാം. പക്ഷേ ചില നേരത്ത് ഈ സംഭാഷണത്തിന് പ്രസക്തി കൂടും. രാഹുലിന്റെ ഫുൾ ഡീറ്റെയിൽസ് എന്റെ കയ്യിലുണ്ട്. അവന് കമ്പനി ഒരു പുതിയ കാർ കൊടുത്തിട്ടുണ്ട്. ദുബായ് രജിസ്ട്രേഷൻ 75601. അവന് ഡെസേർട്ട് ഡ്രൈവ് ഒരു ഹരമാണല്ലേ. ചെറിയൊരു ആക്സിഡന്റ് ഡെസേർട്ടിലോ മറ്റെവിടെയെങ്കിലും അങ്ങനെ സംഭവിക്കാമല്ലോ അല്ലേ? Papa, please. പപ്പയുടെ ഡിസിഷൻ ഇതാണ്, അതിൽ മാറ്റമില്ല. ആ പയ്യൻ ജീവിച്ചു പോയിക്കോട്ടെ. അറിഞ്ഞിടത്തോളം അവന്റെ പാരന്റ്സിനും അവൻ ഒറ്റ മകനാ. ബി പ്രാക്ടിക്കൽ. ഈ ചാപ്റ്റർ മോൾ ഇവിടെ ക്ലോസ് ചെയ്യുന്നു എന്ന് വിചാരിച്ച് പപ്പ ഓൾഡ് ജനറേഷൻ രീതിയൊന്നും എടുക്കില്ല. ഐ മീൻ ഹൗസ് അറസ്റ്റ്, സർവൈലൻസ്. നോ, നോട്ട് അറ്റ് ഓൾ. പപ്പ അങ്ങനെ ഒന്നും ചെയ്യില്ല. മോള് ജ്യൂസ് കുടിക്കും.